മോനെ നീ പണിക്ക് പോയിക്കോ, ഞാൻ ചെയ്തോളാ. അമ്മ അമ്മ ഉണ്ടാതെ അവിടെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കമ്മ. അതെ, ഞാൻ ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകിയാലും അവിടെ ആരും ഒന്നും പറയൊന്നുമില്ല. പിന്നെ ചോറ് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്, അത് വാർത്ത് വെച്ചിട്ട് ഞാൻ പോയിക്കോളാം. ചെല്ലമ്മ, അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്ക. ഇത് പറഞ്ഞാ കേൾക്കണ്ടേ? മോൻ എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം പോകാൻ നോക്കുന്ന. ആയിക്കോട്ടെ, അമ്മ റെസ്റ്റ് എടുക്കും. നാളെ തന്നെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അവിടെ നിലത്ത് വീണ് കിടക്കുമായിരുന്നു. ഞാൻ എന്തോ ഭാഗ്യത്തിന് നേരത്തെ എത്തി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കുന്ന അവസ്ഥ. നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കമ്മ. അത് മാത്രം ചെയ്തു തന്നാൽ മതി, അതൊന്നും ചെയ്തണ്ട്. അമ്മ അമ്മ ഞാൻ ഇറങ്ങാണ്. അമ്മ ഞാൻ അമ്മേനോട് പലവട്ടം പറഞ്ഞല്ലോ ഒരു പണി എടുക്കണ്ടെന്ന്. എന്താണ് അമ്മ അത്? അതെ, അതൊക്കെയാണ് മാറ്റി വെച്ചേ. എന്നിട്ട് ഞാൻ വന്നിട്ട് ഞാൻ അത് ചെയ്തോളാം. പിന്നെ ആ മരുന്ന് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് മുമ്പുള്ളതും ശേഷമുള്ളതും രണ്ടും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. നീല കവറിലുള്ളത് ഭക്ഷണത്തിന് മുമ്പുള്ളത് കേട്ടാ. മരുന്ന് കഴിച്ചോളാം. നല്ലപോലെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ അമ്മാവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി മോനെ, നീ പോയിട്ട് വാ. എന്നാ ശരി അമ്മ, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പം തന്നെ നേരം വൈകി. പാവം എൻ്റെ കുട്ടി, എത്രയെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുക. 2 പെൺപിള്ളേരെയും കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ ആശുപത്രി മരുന്നും കാര്യങ്ങളും. ദൈവം എൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കട്ടെ. രാധികേ, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഏട്ടനോ? എന്താ ഏട്ടാ ഈ സമയത്ത്? അപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മനെ ഒറ്റക്കാക്കി ഒരു സമാനമില്ല. എന്നിട്ടൊന്ന് നോക്കാൻ പറഞ്ഞതാ. ഞാനത് കുറച്ച് ദിവസം മുന്നേ പണിക്ക് പോയിട്ടിരുമ്പോൾ ഞാനവിടെ വീണ് കിടക്കുന്നവ ഏട്ടാ. എനിക്കൊരു ഓർമ്മയൊന്നുമില്ല. എൻ്റെ മോൻ വന്ന് മുഖത്ത് വെള്ളമൊക്കെ തളിച്ചിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പം ആ പേടിയായിരിക്കും അവന്. ഏട്ടൻ വാ, ചായ എടുക്കാം. വാ ഏട്ടാ. അത് ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്ന് കഴിച്ചപ്പോ സമാനമുണ്ടോ? മരുന്ന് കഴിക്കുമ്പോഴൊക്കെ സുഖമുണ്ട് ഏട്ടാ. എന്തായാലും എനിക്ക് നല്ല മാറ്റമുള്ള പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഡോക്ടറെ മാറ്റി കാണിക്കുക. ഇവിടുത്തെ കുറേ മരുന്ന് കഴിച്ചു, ഒരു ഇത് തോന്നുന്നില്ല. അപ്പോൾ വേറെ ഡോക്ടറെ മാറ്റി എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാറ്റി കാണിച്ചതാ. പിന്നെ അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പോകാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഡോക്ടറെ ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കണ്ട. നീ ഏതെങ്കിലും ഡോക്ടർ നോക്കി അതന്നെ മരുന്നുമായി കഴിക്കും. അവനും അതാ പറഞ്ഞ് ചീത്ത പറയണേ. ഡോക്ടറിനെ മാറ്റി മാറ്റി കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ചീത്ത പറയലുണ്ട്. അല്ല, അപ്പു വരാൻ സമയമോ? പിന്നെ അപ്പു വരുമോ ഏട്ടാ? വരട്ടെ, അപ്പു വന്നിട്ട് പോകാം. അമ്മ, അമ്മാവൻ എത്തിയല്ലേ? ഞാനേ പണി കഴിഞ്ഞിട്ട് കൂലി വാങ്ങാൻ നേരം കൊണ്ട് പോന്ന. അമ്മയോട് ഒറ്റയ്ക്കല്ലേ? മോനെ നീ വിളിച്ചു പറഞ്ഞില്ലേ, എനിക്ക് നിൽക്കാൻ ഒറ്റ സമാനമില്ല. ഞാൻ അന്നേരം വന്നത്. അത് നിങ്ങളൊക്കെ ഇങ്ങനെ ബേജാറായി. എനിക്ക് എന്താ അസുഖം ഉള്ളത്? BP ഷുഗറൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. പിന്നെ എനിക്ക് എന്താണെന്നൊന്നും അറിയുന്നില്ല. കാണിക്കും ഡോക്ടർ കുറച്ച് ഇത്രയും മരുന്ന് തരുന്നു. അതെന്തിനാന്ന് എനിക്ക് അറിയുന്നില്ല. ചോദിക്കുമ്പോൾ അത് കഴിക്കും അവർ പറയുന്നത്. വേറെ ഡോക്ടർക്ക് പോയപ്പോൾ അമ്മ ഒറ്റയ്ക്ക് വരണ്ട, ഇനി വരുമ്പോൾ ഒന്ന് മോനെയും കൂട്ടിയിട്ട് വരികയെന്ന് പറഞ്ഞു. അത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞപ്പോട്ടാ നിന്നെയും കൂട്ടിയിട്ട് പോകാനാ പറഞ്ഞു അന്നേ ഡോക്ടർ. ഞാൻ മോനെ കൊണ്ട് പറയാതെയാ. അതിനമ്മാവ കഴിഞ്ഞൊരു മാസമായിട്ട് അമ്മേനെ കാണിക്കുന്ന ഡോക്ടറെ വീട്ടിലാണ് എനിക്ക് ജോലി. അവിടെ ഓരോ വീടിന്റെ ഒരു 2 റൂം കൂട്ടിയെടുക്കലും കാർപോർച്ചിന്റെ പണിയൊക്കെ ആയിട്ട് അങ്ങനെ അവിടെയാണ്. അമ്മേന്റെ അസുഖത്തിനെ പറ്റിയൊക്കെ ഞാൻ ഡോക്ടറെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് 1 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം എന്നൊക്കെ. 1 മാസം അഡ്മിറ്റ് ആകാനാ? അപ്പൊ എന്റെ അസുഖം എന്താണ് ഏട്ടാ? ഈ BP ഷുഗറിന്റെ കാര്യം അഡ്മിറ്റ് ആകുമോ മോനെ? നീ അതൊന്നും ആലോചിക്കണ്ട. നീ അവൻ്റെ കൂടെ ഒന്ന് പോയാൽ മതി. അവരത് ഡോക്ടറപ്പോ കുറച്ചുകൂടി കാര്യങ്ങൾ വൃത്തിയല്ലേ. അമ്മ, ഈ BP ഷുഗറൊക്കെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറും. അതുകൊണ്ടാണ് ഡോക്ടർ 2 ആഴ്ച കഴിഞ്ഞിട്ട് 1 മാസം അഡ്മിറ്റ് ആകാൻ പറഞ്ഞത്. ഈ ഡോക്ടർ അവിടുന്ന് കറക്റ്റായിട്ട് മരുന്ന് കാര്യങ്ങളൊക്കെ പരിചരണം കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഈ തലചുറ്റലും തലയിറങ്ങി വികലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഉഷാറായിട്ട് നടക്കാലോ. അത് നല്ല കാര്യം മോനെ. ഇതിൽ അപ്പു പോലെ ചെയ്യാൻ നമുക്ക്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാമല്ലോ മോനെ. അന്ന് 1 മാസമൊക്കെ അവിടെ അഡ്മിറ്റ് ആകണം പറയുമ്പോഴേ ഏട്ടനൊന്ന് ആദ്യം എൻ്റെ കൂടെ വാ, ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടേ. പിന്നെ പെൺപിള്ളേരിനെയൊക്കെ വിളിക്കാം. അതിൽക്കൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരാൾ നാളെ മറ്റന്നാളായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമെന്ന് ആർക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഏട്ടാ അത് മാറിക്കഴിഞ്ഞ് എനിക്ക് ഓടിച്ചാടി നടക്കുക എന്തെങ്കിലും ചെയ്യാലോ. ഇത് എൻ്റെ മോൻ എവിടെ പണിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലല്ലേ. അമ്മ എന്ന് പറഞ്ഞിട്ട് പാവം. എനിക്ക് എന്തെങ്കിലും ഒരു 2 വീട്ടുകളിൽ പണിക്ക് പോയാലും
എൻ്റെ മോനെ ഒന്ന് സഹായിക്കാനായല്ലോ. എനിക്കിപ്പോൾ അതാണ് ഇപ്പം എൻ്റെ കുട്ടിൻ്റെ കഷ്ടം കണ്ടിട്ട്. എന്നാ ശരി, ഞാൻ നിൽക്കുന്നില്ല. അഡ്മിറ്റ് ആകുമ്പോൾ ഞാൻ വരാം. മോനൊന്ന് പോയി കുളിച്ചിട്ട് വാ, അമ്മ കഴിക്കാൻ എടുത്ത് വയ്ക്കാം. ഇന്നെന്താടാ നീ പണിക്ക് പോയില്ലേ? ലീവാ? ഞാൻ ഇന്ന് പോയിട്ടില്ല. അമ്മേനെ മറ്റന്നാളല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണ്ടേ. കുറേ ആൾക്കാരോട് പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചേ, പക്ഷെ അടുത്തൊന്നും പൈസ കിട്ടിയിട്ടില്ല. ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. നീ ദിവസവും പണിക്ക് പോകുന്നുണ്ടല്ലോ, പിന്നെ നീ കടം വാങ്ങാൻ നടക്കുന്നത്? ഇന്നലെ ഞാൻ അമ്മേനെ വിളിച്ചോ പറഞ്ഞോ ഞായറാഴ്ച പോലും ലീവ് ഇരിക്കലില്ലാന്ന്. അമ്മേന്റെ അസുഖത്തിന്റെ ചെലവ് മാത്രമാണോ ചേച്ചി? നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിന്റെ കട ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഒരു ദിവസം കിട്ടുന്ന 980 രൂപയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എത്രത്തോളം കടമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? പിന്നെ ആകെ 2 പെങ്ങന്മാരുണ്ട്. ഞങ്ങളുടെ കല്യാണം എന്താ ഇന്നലെയാണോ കഴിഞ്ഞത്? 3 വർഷമായില്ലേ. ഈ കണക്കിന് ഞങ്ങൾ പ്രസവത്തിനും കൂടി വന്നാണ് നീ എന്ത് പറയും? ഇതാ അവൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിശേഷം ഉണ്ടെന്ന്. 2 മാസമായി, 7-ാം മാസം പെണ്ണ് ഇവിടെ എത്തും. അപ്പൊ നീ എങ്ങനെ നോക്കും? അതൊക്കെ പോട്ടെ, അമ്മയുടെ അമ്മ രാവിലത്തെ മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നുണ്ട്. ആ മരുന്ന് കഴിച്ചാൽ ഭയങ്കര ക്ഷീണം, ഉറങ്ങിപ്പോവും കുറെ നേരം. ചേച്ചി ഒന്നും അമ്മ അറിഞ്ഞിട്ടില്ല. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അമ്മ ഇപ്പം എണീറ്റ് വരും. അല്ല, എങ്ങനെയുണ്ട് ഇപ്പൊ അമ്മയ്ക്ക്? അമ്മേന്റെ അവസ്ഥ കുറച്ച് സീരിയസ് ആണ് ചേച്ചി. നമ്മൾ പറഞ്ഞ അസുഖം തന്നെയാണ്. മറ്റന്നാൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യണം. എനിക്ക് തോന്നി നീ തുടക്കം തന്നെ നല്ലൊരു ഡോക്ടറെ അടുത്ത് കാണിച്ചാണെങ്കിലേ അമ്മയുടെ കണ്ടീഷൻ ഇത്രയും മോശമാകില്ല. പണി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് ഓടിയിട്ടല്ലേ. ആദ്യം തന്നെ നിനക്ക് കാണിച്ചുകൂടായിരുന്നു നല്ല ഡോക്ടേഴ്സിനെ? ചേച്ചി, ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടാണ് ലാസ്റ്റ് പോയി ഡോക്ടറിൻ്റെ അടുത്തോട്ട് എത്തിയത്. ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ചേച്ചി? ചേച്ചി ചേച്ചി അമ്മേൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫുള്ള് പൈസയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ചേച്ചിനെ അമ്മൂനൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് മറ്റന്നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പോകണം. ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടോ? നീ അമ്മേനെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന മുമ്പ് എന്നോട് ചോദിച്ചോ പൈസ തരുമോന്ന്? അതോ അവളെ വിളിച്ച് ചോദിച്ചോ? നീ സ്വന്തമായിട്ട് നിങ്ങൾ തീരുമാനം എടുത്തതല്ലേ? എന്തെങ്കിലും വഴി കണ്ടെത്ത്. എന്താ, ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് ഓടി വന്ന പോലെ അവള് വരില്ല. ഒന്നാമത് പ്രഗ്നന്റ് ആയ പെണ്ണാ. അവളെ ഈ കാര്യം അറിയിക്കാനേ പാടില്ല. പിന്നെയല്ലേ പൈസ. ചേച്ചി, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് ചേച്ചി 1 ലക്ഷവും അമ്മ 1 ലക്ഷവും തന്നു കഴിഞ്ഞാൽ 2 ലക്ഷം ആവും. അപ്പം എൻ്റെ കയ്യിൽ 10,000 രൂപയുള്ളത്. അമ്മാവനൊരു 10,000 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു 30,000 രൂപ ഒപ്പിച്ചെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഒരു 2 ലക്ഷം രൂപ കേട്ടാ അങ്ങനെ ചെയ്യാമല്ലോ അല്ലേ ചേച്ചി? നീ എന്താന്നിട്ട് ഈ പറയുന്നത്? മറ്റന്നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ഇന്ന് 1 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ? എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഈ കാര്യം അമ്മൂനറിയോ? നീ അവളെ വിളിച്ചോ? ഇല്ല. ചേച്ചിനോടും കൂടെ സംസാരിച്ചിട്ട് ചേച്ചിക്ക് എന്താ തരാൻ പറ്റുക അതിൻ്റെ ബാക്കി അമ്മൂനോടും കൂടെ ചോദിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു. എന്നാ പിന്നെ ഇനി വിളിക്കാൻ നിൽക്കണ്ട. അവർ ബാംഗ്ലൂരെ ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങാനുള്ള അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുക. പൈസയ്ക്കൊക്കെ കുറച്ച് ടൈറ്റുള്ള സമയമാണെന്ന് അവള് പറഞ്ഞ്. പ്രസവത്തിന് തന്നെ നീയാണ് ആകെ ഒരു പ്രതീക്ഷ. നീ പൈസ ഇറക്കുന്നുള്ള വിശ്വാസത്തിലാണ് അവൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്. ഇനിയിപ്പോ ഇതൊക്കെയാണ് അവസ്ഥ. ആങ്ങളെൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവള് വരലും ഉണ്ടാവില്ല. ചേച്ചിക്ക് എൻ്റെ അവസ്ഥ അറിയണമല്ലേ? അമ്മൂന് പറ്റൂലെങ്കിൽ ചേച്ചി ഒരു 2 ലക്ഷം റുപ്യേൻ്റെ സ്വർണം എനിക്ക് പണയം വെക്കാൻ തരുമോ? അമ്മേൻ്റെ അസുഖം മാറി വന്നിട്ട് വീട് പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ ആ സ്വർണം എടുത്ത് തരാം. സ്വർണം ഒന്നും തരാൻ പറ്റില്ല. ചികിത്സയ്ക്ക് നീ വേറെ വഴി കണ്ടെത്ത്. എന്താ മോളെ? എന്താ മോനെ? ഒന്നുമില്ലമ്മ. അമ്മക്ക് അത്ര വലിയ അസുഖമാണോ? ഇല്ല, അമ്മയ്ക്ക് ഒരു അസുഖമില്ല. നീയല്ലേ പറഞ്ഞടാ BP ആണെന്ന്? അതല്ല അമ്മ, അത് എന്താ പറയാ, എൻ്റെ ഒരു ആശ്വാസത്തിന്. ഒന്നുമില്ല അമ്മ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ചേച്ചി 2 ലക്ഷം രൂപ ചോദിക്കുന്നത്? അല്ല, അതെന്താ എൻ്റെ ഒരു സമാധാനത്തിനേ. അമ്മയ്ക്ക് നല്ലപോലെ ഒരു മാസം ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ തന്നു കഴിയുമ്പോൾ അമ്മ നല്ലപോലെ ഉഷാറാവും. ആ പഴയ കുഴഞ്ഞു വീഴൊന്നും ഉണ്ടാവില്ല അമ്മ. അമ്മ അവിടെ ഇരിക്കും. അല്ല അമ്മ അങ്ങനെ ഇരിക്കും.
നീ എന്തിനാ കരയുന്നു? അമ്മയ്ക്ക് അങ്ങനത്തെ അസുഖം വരില്ല മോനെ. ഇല്ലമ്മ, ഒന്നുമില്ല, ഒന്നുമില്ലമ്മ, ഒന്നുമില്ല. നീ എന്താ എന്റെ അടുത്ത് പറയാത്തതടാ? എന്താ മോളെ നീ പറയേ? നീ എന്തിനാണ് അമ്മനെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കുന്നത്? അമ്മ വിചാരിക്കുന്ന പോലത്തെ അസുഖങ്ങളൊന്നും ഇല്ല. 2-3 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10-20,000 തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്താ അമ്മ കരയില്ലമ്മ? അമ്മ എന്ത് പറ്റിയേ? അമ്മ എനിക്കെന്താടാ? ഒന്നുമില്ലമ്മ, അമ്മ ഒന്നുമില്ല, ഒന്നുമില്ലമ്മ, ഒന്നുമില്ലമ്മ, ഒന്നുമില്ല, ഒന്നുമില്ല. അമ്മ റൂമിൽ പോയിട്ട് കിടന്നു. എന്നിട്ട് ചേച്ചി വന്നിരിക്കുന്നു, അമ്മ ഇവിടെ ഇരിക്കും. ഇല്ല അമ്മ റൂമിൽ പോയിട്ട് കുറച്ചു നേരം കിടക്കമ്മ. അമ്മ വയ്യാത്ത ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അമ്മ ചേച്ചിക്ക് ഭക്ഷണം മനസ്സിലാക്കമ്മ. മോളെ നീ കോഴി എന്തെങ്കിലും വാങ്ങിട്ട് വാടാ, ചേച്ചിക്ക് കറി വെച്ച് കൊടുക്കണ്ടേ? അയ്യോ വേണ്ടപ്പോ, ഞാൻ കഴിക്കാൻ നിൽക്കണമെന്നില്ല. എനിക്ക് വേഗം വീടെത്തണം. ഇവിടെ ഇരിക്കട്ടോ, ഞാൻ ഇപ്പൊ വരാം. സ്വർണവും പൈസയും എൻ്റെ അടുത്ത് തരാനില്ല. ഞാൻ മറ്റന്നാൾ ഒരു 25,000 രൂപ അവനിൽ കൊടുത്തു വിടാൻ. സമാധാനമായിട്ട് ഇരിക്കട്ടോ. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരിടാ. ഞാൻ വീടെത്തി. എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് അറേഞ്ച് ചെയ്യണേ. ആയിക്കോട്ടെ. ഓക്കെ. ആരെ വിളിക്കുക? അമ്മേ, ഡ്രസ്സൊക്കെ എല്ലാം എടുത്തു വെച്ചാ? നാളെ രാവിലെ നേരത്തെ പോകണം കേട്ടോ ഹോസ്പിറ്റലിൽ. അമ്മന്റെ ഡ്രസ്സെല്ലാം ആക്കിയിട്ടുണ്ട്. മോന്റെ ഡ്രസ്സൊക്കെ ആക്കണ്ടേ? എനിക്ക് എന്ത് പാക്ക് ചെയ്യാനമ്മ? 2 ലുങ്കി 2 ഷർട്ടും, പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് മാറിയാൽ മതിയല്ലോ. എന്നാ മോന്റെ വേണ്ട ഡ്രസ്സ് എടുത്തതിന് മേലെ വെച്ച. പൈസ കിട്ടിയ മോനെ? കിട്ടിയമ്മ. ചേച്ചി പറഞ്ഞല്ലോ 20,000 രൂപ ഉണ്ടെങ്കിൽ മതിയെന്ന്. ഒരുപാട് പൈസയാണെങ്കിൽ കടം വാങ്ങിയിട്ട് മോൻ ചെലവാക്കി അമ്മനെ നോക്കണ്ട കേട്ടോ. അത്രക്ക് പൈസ തന്നെ ആവുള്ളൂ. ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. ഹലോ. ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഇവിടെ ആരുമില്ലേ? ചേട്ടാ, നാളെയാണ് അമ്മേൻ്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുന്നത്, അഡ്മിറ്റ് ആക്കുന്നത്. ആ പൈസ തരാമെന്ന് പറഞ്ഞില്ലേ ചേട്ടൻ? ചേട്ടാ, പൈസ ഇല്ലാന്നോ? ചേട്ടാ അങ്ങനെ പറയല്ലേ. 2-3 സ്ഥലത്തുനിന്ന് പൈസ ചോദിച്ചിട്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ആകെ പ്രതീക്ഷ ചേട്ടൻ്റെ അടുത്തൊന്നും കൂടി തരാമെന്ന് പറഞ്ഞ് പൈസ ആയിരുന്നു. ഹലോ. എന്നെ കൈവിടല്ലേ, ഞാൻ ആരെ വിളിക്കും? രാജേഷേ, എടാ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. നീ ഇവിടെ ഇല്ലേ? ഓഫീസിലാ? എടാ, ഒരു 50,000 ഉറുപ്പ്യ പെട്ടെന്ന് മറിക്കാനുണ്ടാവോ? ഒരു 25 ഉറുപ്പ്യെങ്കിലും, എന്നൊരു 10എങ്കിലും ഉണ്ടാവൂടാ. എടാ, എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യടാ. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ലേ, തീരെ വയ്യഞ്ഞിട്ടാടാ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ നാളെ പോകാൻ വേണം. പല സ്ഥലത്തൊന്നും പൈസ ചോദിച്ചു, എവിടെ നിന്ന് കിട്ടിയിട്ടില്ലടാ. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂടാ. അത്രയ്ക്കും നിവർത്തിയില്ലാത്തോണ്ടാടാ. പ്ലീസ് എടാ, എന്തെങ്കിലും മറിക്കാണ്ടാവോ? ഒന്നുമില്ല.
ശരിയാണ്. അമ്മ, അമ്മേ, അമ്മ, 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 അമ്മേ, അമ്മേ, അമ്മ, അമ്മ, എഴുന്നേറ്റ് എഴുന്നേറ്റ് എഴുന്നേറ്റ്. എന്താ പറ്റിയ? എഴുന്നേറ്റ്. എത്ര നേരം ഞാൻ വിളിക്കുന്നു. എഴുന്നേറ്റ് എഴുന്നേക്കമ്മ. ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? വെള്ളം കുടിച്ച? ഇത് കുടിക്ക. ഇത് ഫുള്ള് കുടിക്കേ. ഭക്ഷണമൊന്നും കഴിക്കൂല. ഞാൻ ഉണ്ടാക്കി വെച്ച ഒന്നും കഴിച്ചില്ല അമ്മ. കഴിക്കേ, കുടിക്കേ. അമ്മ ഞാൻ പറഞ്ഞല്ലേ അവിടെ ബെഡിൽ കിടന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒരു മിനിറ്റ്, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. പോരെ. ഹലോ, ആ സാറേ, അതാ ഞാൻ ഇവിടെ എത്തി. അതാ വന്നുകൊണ്ടിരിക്കുന്നു സാറേ. ആ ഓക്കെ സാറേ. ലോണിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയോ? അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. അവിടെ ഞാൻ രാവിലെ തൊട്ട് നിന്റെ ഫോണിൽ വിളിക്കായിരുന്നു. എവിടെ ചെന്നിരിക്കായിരുന്നു? ഇത് ഇപ്പോഴാണ് നിന്നെ ഒന്ന് കിട്ടിയത്. ഓ ഗുരുവായൂരപ്പ, ലോണിന്റെ കാര്യം റെഡി ആയല്ലോ അല്ലേ? അതെ, അമ്മേന്റെ അടുത്ത് ആരും ഉണ്ടായില്ല. അപ്പൊ അമ്മാവൻ വന്നപ്പോ അമ്മാവന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് നമ്മളെ മമ്മുണ്ണിയാജ് കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടായേ. അവിടെയാണ് ഈ ഫോണിന് റേഞ്ചും ഇല്ല. അപ്പൊ അവിടുന്ന് കുറച്ച് പൈസ കിട്ടി. അതായിട്ട് തിരിച്ചു വരുമ്പോഴാണ് സാറിന്റെ കോള് കണ്ടേ. എന്നാലും പെട്ടെന്ന് ബാങ്കിലോട്ട് പോവാല്ലോ സാറേ? ആയിക്കോട്ടെ, ഞാൻ പെട്ടെന്ന് ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇപ്പൊ വരാം. ശരി, പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ടാ. നിന്റെ ഒറ്റ ഒപ്പിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ സാർ, നമുക്ക് എന്റെ കാറിൽ തന്നെ പോവാം. ആയിക്കോട്ടെ സാറേ. എന്റെ വീട് വിറ്റാലും വേണ്ടില്ല, എനിക്ക് എന്റെ അമ്മേന്റെ ജീവൻ രക്ഷിക്കണം. ഹലോ അമ്മവാ. വരണ്ടേ? ഇത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുക. ഇത് അമ്മേന്റെ മാക്സി കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. എന്താ അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്നോ? എന്താ അമ്മ? അമ്മ ഹലോ. ചേച്ചി, ഇനി ചേച്ചി പൈസ ഒന്നും ഇടണ്ട കേട്ടാ. ഇനി അമ്മയ്ക്കേ നിങ്ങൾ ആ പൈസ വേണ്ട. അമ്മേനെ വേണമെങ്കിൽ ഒന്ന് വന്ന് കണ്ടോ. എനിക്ക് ഒരു വട്ടം കൂടെ ഇനി കാണാൻ പറ്റില്ല. Oh.